നിങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം സ്കൂൾ പഠനത്തോടൊപ്പം പൊതുപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണവുമായി അധ്യക്ഷൻ PTA പ്രസിഡന്റ് എസ് സലീം സാർ, ഇതിനകത്തുനിന്ന് വരുമെന്നേ വരും. എത്ര കാലം കൊണ്ട് ഇതിലേക്ക് എത്തപ്പെടാൻ പറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. എത്ര കാലം കൊണ്ട് ഇതിലേക്ക് എത്തപ്പെടാൻ പറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ഡ്രീമിന് എത്ര കാലം വേണ്ടി ചിന്തിച്ചേ സൈനികം എഴുതിയേ. അമ്മത്തൊട്ടിൽ. കാലം 2001. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നായ SAT ആശുപത്രിയുടെ പരിസരം. രാത്രി സമയം. ചപ്പുചവറുകൾക്കിടയിൽ നിന്നും ഒരു കുഞ്ഞിന്റെ നേർത്ത കരച്ചിൽ. രാത്രിയുടെ നിശബ്ദത്തിൽ ഭൂമിയിലെ ദൈവങ്ങൾ തന്നെയാണ്. നിലവിൽ ശിശുക്ഷേമ സമിതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന വീട് ബാലികാ മന്ദിരത്തിൽ 40 കുട്ടികളും, ലിറ്റിൽ പ്ലാനറ്റ് ദത്തെടുക്കൽ കേന്ദ്രത്തിൽ 62 കുട്ടികളും, ചൈൽഡ് കെയർ സെന്ററിൽ 38 കുട്ടികൾ ഉൾപ്പെടെ 140 അംഗങ്ങളാണ് ഉള്ളത്. മറ്റു ജില്ലകളിലായി 116 പേരും പരിചരണത്തിലും കരുതലിലും സ്നേഹത്തിലും വളരുന്നു. പലവിധ കാരണങ്ങളിലാണ് അമ്മത്തൊട്ടിലേക്ക് ഒരു കുഞ്ഞ് വന്നു ചേരുന്നത്. സമൂഹത്തിന്റെ അംഗീകാരമില്ലാതെ ജനിക്കുന്ന കുട്ടികൾ, ഒരു കുഞ്ഞിനെ വേണ്ടവിധം പോറ്റുവാൻ ത്രാണിയില്ലാതെ പോകുന്നവരുടെ കുട്ടികൾ, ദാരിദ്ര്യം മൂലമോ അതുമല്ലെങ്കിൽ ചതിയിലും വഞ്ചനയിലും ഇരയാക്കപ്പെട്ടു പോകുന്ന പാവം പെൺകുട്ടികൾ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. പച്ചപ്പിൽ മനോഹരിതമായ ഒരു ദേശം. 44 നദികൾ, പർവ്വതനിരകൾ, തടാകങ്ങൾ, കുന്നുകളും താഴ്വരകളും എല്ലാം കൂടി ഒരു കുളിരു പോലെ ഒരു നാട്. ആ ദൈവത്തിന്റെ നാടായ കേരളദേശത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ 14 ജില്ലകളിൽ തെക്കു നിന്നുള്ള രണ്ടാമത്തെ ജില്ലയായ കൊല്ലം ജില്ലയുടെ കുന്നത്തൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കൊച്ചു തടാകം. ചെറുകുന്നിൻ ചെരുവുകളും അതിനപ്പുറമുള്ള നെൽപ്പാടങ്ങളുടെ വിശാലതയും എല്ലാം പൊതിഞ്ഞു നിൽക്കുന്ന ഗ്രാമീണതയുടെ എല്ലാ ഉൾത്തുടുപ്പുകളും ഏറ്റുവാങ്ങി കവിത പോലൊരു നീല ജലാശയം. ശാസ്താവിന്റെ കോട്ടയാണ് ശാസ്താംകോട്ട. ശാസ്താംകോട്ടയുടെ സ്ഥലനാമത്തിന്റെ ഉത്ഭവം തൊട്ട് 100 കഥകളുടെയും പലതരത്തിലുള്ള ഐതിഹ്യങ്ങളുടെയും ചുമലിലേറിയാണ് ഈ സ്ഥലവും ചുറ്റുപാടും നിലകൊള്ളുന്നത്. ശാസ്താംകോട്ടയിലെ ഏറ്റവും പ്രാചീനവും പഴക്കമേറിയതുമായ ക്ഷേത്രം ശ്രീധർമ്മ ശാസ്താവിൻ്റെതാണ്. ലങ്കാദഹനത്തിന് ശേഷം ശ്രീരാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം വാനരന്മാരെയും കൂട്ടി മടക്കയാത്രയിൽ വിശ്രമിച്ച കേന്ദ്രമാണ് ഇവിടെ എന്നതും അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിതമായതെന്നും ഒരു വിശ്വാസമുണ്ട്. കൊല്ലം ജില്ലയുടെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതഖനിയാണ് ഈ തടാകത്തിലെ നീലജലം. കൊല്ലം നഗരം, മൈനാഗപ്പള്ളി, ശാസ്താംകോട്ട, കുന്നത്തൂർ, പോരുവഴി, പടിഞ്ഞാറക്കല്ലട, ശൂരനാട് തെക്ക് എന്നീ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഈ ജീവനദിയുമായി അനുദിനം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. കേരളത്തിലെ തടാകങ്ങളുടെ രാജ്ഞി എന്ന് വിളിപ്പേരിലറിയപ്പെടുന്ന ഈ ജലാശയത്തിന്റെ പിറവിയെ സംബന്ധിച്ച് കൃത്യമായ ചരിത്രരേഖകൾ ലഭ്യമല്ല.
എന്നാൽ തന്നെയും ചരിത്ര വിദ്യാർത്ഥികൾക്ക് കൗതുകം പകരുന്ന പല കഥകളും ലഭ്യമാണ് താനും. ഈ തടാകത്തിന് പ്രത്യേകിച്ച് നിയതമായ ഒരു ആകൃതിയില്ല എന്നതുപോലെ തന്നെ ഈ തടാകത്തിന് പ്രത്യക്ഷ ഉറവുകളില്ല എന്നതും പ്രകൃതിയുടെ തനതായ നിഗൂഢതയിൽ വിരിഞ്ഞ ഒരു വിസ്മയമാണ് ഈ തടാകമെന്ന ചിന്തയ്ക്ക് കൂടുതൽ അടിവരയിടുന്നു. പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും കഥകളും കെട്ടുകഥകളും മിത്തുകളും കൂടിക്കൊഴിഞ്ഞു കിടക്കുന്നതാണ് ഈ തടാകത്തിന്റെ ഉത്ഭവ രഹസ്യം. ഭൂകമ്പം മൂലമോ ഉൽക്കാപതനം മൂലമോ ഉണ്ടായതാകാം ഈ തടാകമെന്ന് ചില കഥകളിൽ പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ തടാകത്തിന്റെ തൊട്ടടുത്തുകൂടി ഒഴുകുന്ന പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന കല്ലടയാറിൽ ഒരു കാലത്ത് ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി എക്കലടിഞ്ഞ് രൂപപ്പെട്ട ഒരു പ്രദേശത്തിന്റെ മറുഭാഗം ഒരു തടാകമായി മാറിയതായിരിക്കാം എന്നും പറയപ്പെടുന്നുണ്ട്. നിലവിൽ 17ഓളം ചെറിയ കുന്നുകളാൽ വലയുകയും കേരളത്തിന്റെ ഭംഗി എടുത്തു കാണിക്കുന്ന ഒരു ഗ്രാമം, കൊല്ലം ജില്ലയിലെ മുത്തലക്കാട് ഗ്രാമം. പ്രകൃതി ഭംഗിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന നാട്. ഈ ഗ്രാമത്തിന് മുത്തലക്കാട് എന്ന പേര് കിട്ടിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആരെയും ചിരിപ്പിക്കുകയും എന്നാൽ ഭയപ്പെടുത്തുന്നതുമായ ഒന്ന്. നേടേണം നേരിന്നറിവുകൾ, ഒരു ലക്ഷ്യം കരുതേണം, ഒരു വേഗച്ചിറകിൽ പാറേണം. പുതുലോകം പുതുഭാവം മുന്നേറാം.